ഈ കാക്കയിൽ നിന്ന് പഠിക്കേണ്ട ചില കാര്യമുണ്ട്. കാക്ക ഒന്ന്, ഒരുത്തിനെയും വിശ്വാസമില്ല കാക്കയ്ക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചു, ലോകത്തിലൊരു കുഞ്ഞുങ്ങളെ വിശ്വാസം അല്ല. സഹായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രനെ ആശ്രയിക്കരുത്, മൂക്കി ശ്വാസമുള്ള ഒരുത്തിന്. എനിക്കൊന്ന് കാക്കയ്ക്ക് ആ വാക്യം അറിയാമെന്നാ തോന്നുന്നു. രണ്ട്, ഈ കാക്കയിൽ നിന്ന് പഠിക്കേണ്ട കാര്യം വളരെ ശ്രദ്ധിച്ചായിരിക്കും, വളരെ ശ്രദ്ധാലുവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു, ഒറ്റ കാക്ക ഉറക്കം തോന്നുന്നതായിട്ട് എപ്പോഴിങ്ങനെ ശ്രദ്ധിച്ചായിരിക്കുന്നു. അപ്പൊ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും പഠിക്കേണ്ടതുണ്ട്. നായിൽ നിന്ന് പഠിക്കേണ്ട കാര്യം, നായ, പട്ടി. ഇവിടെ പിന്നെ ഇംഗ്ലീഷിലങ്ങ് പറഞ്ഞു എന്തുവാ, ഇപ്പൊ അതും പറയരുത്, പേരുമൊക്കെയാ വിളിക്കുന്നത്. ആയിക്കോട്ടെ. അപ്പൊ അതിൽ നിന്ന് പഠിക്കേണ്ടത് ഇവിടുത്തെ രീതി അറിയത്തില്ല, നാട്ടിലെ രീതി വെച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. ഒന്ന്, യജമാനോടുള്ള സ്നേഹം. ഇവിടെ അന്ന വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അതിനറിയാം, നാട്ടിലെ ബൈക്കിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം. എത്ര മാസം കഴിഞ്ഞു വന്നാലും നല്ല പരിചയമാണ്. രണ്ട്, വളരെ എത്ര ഉറക്കത്തിൽ നല്ല ശ്രദ്ധയാണ്. നമ്മളെ കുത്തിപ്പൊക്കിയാൽ പോലും അറിയില്ല. നായ അങ്ങനെയല്ല, വളരെ എത്ര ഉറക്കമാണെങ്കിലും ശ്രദ്ധയാണ്. പിന്നെ വേറൊരു കാര്യം, അത് നായിൽ നിന്ന് പഠിക്കേണ്ടതാണ്. കുറച്ച് ഭക്ഷണം കൊടുത്താലും ഒത്തിരി കൊടുത്താലും സന്തോഷം. ശ്രദ്ധിച്ചു, ഒരു കഷണം ഇറച്ചി കൊടുത്തു, അത് കഴിച്ചിട്ട് സ്വന്തം പാലുമൊക്കെ ആട്ടി നല്ല സ്നേഹം. കൂടുതൽ കൊടുത്താലും അത്. അപ്പം കുറച്ച് കിട്ടിയാലും കൂടുതൽ കിട്ടിയാലും സന്തോഷമായിരിക്കണം. അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞു. അപ്പൊ ഇവിടെ സമയം ഏറെ തരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കണം. ഞാൻ പകല് മോൻസിയുടെ വീട്ടിൽ പോയി അല്പസമയങ്ങൾ അവിടെ ഇരുന്നു പ്രാർത്ഥിച്ചു പോന്നു. അപ്പൊ ഞാന് കുഞ്ഞുമോളോട് പറഞ്ഞു, വൈകിട്ട് വരുമ്പോൾ എനിക്കൊരു മുട്ടായി കൊണ്ടുവരണം. കഴിക്കാനല്ല, അവളവിടെ മുട്ടായി കഴിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഒരെണ്ണം കൊണ്ടുവരണം. ഒരെണ്ണമെന്നല്ല, എനിക്ക് മുട്ടായി ഉണ്ട്. ഞാൻ ചെത്തെണ്ണം കൊണ്ട് വാങ്ങി 2 മുട്ടായി കൊണ്ടുവന്നു. ഞാനത് തിരിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, വൈകിട്ട് അപ്പച്ചനെ യോഗത്തിന് കൊണ്ടുവരണം. അവളത് 2 അനുസരിച്ചു. അപ്പച്ചനെയും കൊണ്ടുവന്നു, മുട്ടായി. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാൻ പറയാനുള്ളത്, നിങ്ങളും ആരെങ്കിലുമൊക്കെ പക്ഷെ ഞങ്ങൾ തന്നെ വരുന്നത് വളരെ അതെ. നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് ഒന്ന് വായിച്ച് സഹായിക്കാം. ഇസ്രായേൽ ജനത്തിന്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്ത് മിസ്രയീം ദേശത്തിലെ പ്രവാസകാലത്ത് ജനത്തെ വർദ്ധിപ്പിച്ചു. ഭുജവീര്യം കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. മരുഭൂമിയിൽ 40 സംവത്സരകാലത്തോളം അവരുടെ സ്വഭാവം സഹിച്ചു. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന്റെ മഹത്വം. ആനന്ദ വായ്ത്തേ മേലിന്നൂരക്ഷകൻ ആശ്വാസകാലങ്ങളെ ആശീഷം പയ്യണമേ കൃപകൾ വീഴുന്നു ചാരി വന്മഴ ദൈവമേ കൃപകൾ വീഴുന്നു ചാരി വന്മഴ
വന്മഴ കൃപകൾ വീഴുന്നു അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 17-18 തിരുവെടുത്തുകളാ വായിച്ചത്. ആ 2 വാക്യത്തില് പ്രധാനമായിട്ട് 4 കാര്യം. 1 തിരഞ്ഞെടുത്തു, 2 വർദ്ധിപ്പിച്ചു, 3 പുറപ്പെടുവിച്ചു, 4 ഇവരെ സഹിച്ചു. നിങ്ങളും ഈ ദിവസങ്ങളിൽ എന്നെ സഹിക്കുന്നതിന് വളരെ നന്ദി. എന്റെ വൈഫിനോട് എനിക്ക് ഒരാൾ ചോദിച്ചു, എങ്ങനെ സഹിക്കുന്നത്? ചിലർ ധരിച്ചു വെച്ചേക്കുന്ന ഭീകര ജീവിയാന്നുള്ള രീതിയിൽ എങ്ങനെ സഹിക്കുന്നു? ദൈവം നമ്മെ സഹിക്കുകയല്ലേ, നമ്മൾ സഹിക്കണം. അതെ, മറ്റേ വിശദാംശങ്ങളിലേക്ക് അധികം പോകുന്നില്ല. ശാന്തമായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ വളരെ നമ്മൾ ശാന്തമായിട്ടാണ് വചനം ധ്യാനിക്കുന്നത്. കുഴപ്പമില്ലല്ലോ. അതോ ഞാൻ ഇളകണോ? അല്ല, ചിലക്ക് അങ്ങനെ ഇളകിയെങ്കിലും ഒന്ന് ദൈവം തിരഞ്ഞെടുത്തു. പിതാക്കന്മാർ ദൈവം തിരഞ്ഞെടുത്തു. ദൈവം തിരഞ്ഞെടുക്കണം. നമ്മൾ തിരഞ്ഞെടുത്താൽ അതിനകത്തല്ല അപാകത വരും. അതെ, അതുകൊണ്ടാണല്ലോ വിവാഹ ബന്ധമൊക്കെ ഇപ്പോ ഒത്തിരി അറിയാത്തതാണോ അതോ പ്രശ്നമൊന്നല്ല, ഡിവോഴ്സായി. ഈ കുടുംബജീവിതത്തിന് വേദപുസ്തകത്തിലെ ഓർഡറുണ്ട്. വിവാഹ ശുശ്രൂഷയിലൊക്കെ വായിപ്പിക്കും, പറയുകയും ചെയ്യും. ഇംഗ്ലീഷ് എനിക്ക് അറിയത്തില്ല, തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് തിരുത്തിക്കണം, മലയാളമാണേ. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹം. ഇതാ ഓർഡറാണ്. അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹം. അത് ദൈവം വെച്ച ഓർഡറാണ്. വിടുക, പറ്റിച്ചേരുക, ഒരു ദേഹം. ഇതിപ്പോ ഈ പ്രശ്നം വരാൻ കാര്യം ആദ്യം ഒരു ദേഹമാവുക. ചിലപ്പെടുന്ന പഠിക്കുകയാണ്, എന്തുവാണോ ഇതിന് വേണ്ടത്. ആദ്യം ഒരു ദേഹമാവുക, പിന്നെ വിടണോ വിടണ്ടോ പ്രശ്നം. ഈ ദൈവം വെച്ചിരിക്കുന്ന ഓർഡർ ആര് തെറ്റിക്കോ അവിടെ എല്ലാം പ്രശ്നമാണ്. സ്തോത്രം. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമാകണം, വെളിപ്പെടുവാണ്, കാക്കപ്പെടുമാറാകട്ടെ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5:23 ഓർഡർ കണ്ടോ? ആത്മാവും പ്രാണനും ദേഹവും. ദൈവം വെച്ച ഓർഡർ അതാണ്. ആത്മാവ്, പ്രാണൻ, ദേഹം. നമ്മൾ നേരെ തല തിരിച്ച, നമ്മളങ്ങനെയാ പറഞ്ഞത്. ദേഹം ദേഹി ആത്മാവ് നേരെ തല തിരിഞ്ഞു. കേട്ടിട്ടുണ്ട്, നിങ്ങൾ ചിലത് കണ്ടിട്ടുണ്ടായിരിക്കും. ചോദിച്ചാനൊക്കെ കണ്ടു കാണും. വണ്ടമേടിയാ കോച്ചായ എവിടെയോ ചെന്ന് പ്രസംഗിച്ചിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല. ഉടനെ പുള്ളി കുത്തരിയ ഉണ്ടായിരുന്നു, അത് ചിമ്മാടാക്കി വെച്ച് നേരെ തലയെ കുത്തുന്നത്. തല താഴെ, കാൽ രണ്ടും ഇങ്ങനെ. അന്നേരം എല്ലാവരും ഓടിക്കൂടി. ഇവിടെ ഒരു വലിയ തലയെ കുത്തി. അപ്പൊ എല്ലാവരും ഓടിക്കൂടി. പുള്ളി സുവിശേഷം പറഞ്ഞു. പിന്നെ എഴുന്നേറ്റു. പുള്ളി എഴുന്നേക്കുന്നതിന് മുന്നേ പറഞ്ഞിങ്ങനെ, ലോകം നേരെ നിന്നാൽ ആരും അംഗീകരിക്കുകയല്ല. തലയെ കുത്തി നിന്നപ്പം ആള് കൂടി. ദൈവം എല്ലാത്തിനും ഓർഡർ വെച്ചിട്ടുണ്ട്. ആത്മാവ്, പ്രാണൻ, സ്തോത്രം, ദേഹം. ഇവിടെ ആത്മാവും പ്രാണനും ദേഹവും. നമ്മൾ ആദ്യം ദേഹം, ദേഹി, ആത്മാവ്. അതാ
എന്നെ കൂടെ പ്രതിയാക്കാം. നമ്മൾ ഈ ആത്മരക്ഷയിലാണ് തുടങ്ങിയത്. നമ്മളെല്ലാം തുടങ്ങിയത് ആത്മരക്ഷയിലാണ് തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ നമ്മൾ ദേഹരക്ഷയിലാണ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. തന്നെ ശോധന ആത്മരക്ഷ തുടങ്ങിയതായത്. എവിടെ യോഗം ഉണ്ടെങ്കിലും പോകും, എത്ര നേരം ഉണ്ടെങ്കിലും ഇരിക്കും, ഉപവസിക്കും, പ്രാർത്ഥിക്കും, ആരാധിക്കും, കൈയടിക്കും, നൃത്തം ചെയ്യും, അല്ലെങ്കിൽ അവരൊക്കെ പറയും അന്ന് വണ്ടി വേണ്ട, ഒന്നും വേണ്ട. നാട്ടിലെ രീതി വെച്ചായി പറയുന്നത്. ആത്മരക്ഷയിലാണ് തുടങ്ങിയത്. മുടിരാത്രി പ്രാർത്ഥനയിരിക്കും. ഒരു വ്യക്തിയെ നേടാൻ വേണ്ടി എത്ര മൈൽ വേണമെങ്കിലും യാത്ര ചെയ്യും, സുവിശേഷം പറയും. ആത്മരക്ഷയിലാണ് തുടങ്ങിയത്. കുറെ വർഷമൊക്കെ ഇപ്പൊ കഴിഞ്ഞപ്പോ ഇപ്പൊ നമ്മൾ ദേഹരക്ഷയിലാവുണ്ട്. ഉറക്കെ കൈയടിക്കരുത്, ഒത്തിരി ഉറക്കെ ശബ്ദം എടുത്ത് ഉറക്കളക്കരുത്. ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റായിട്ട് കുറഞ്ഞതൊരു ബിസ്ക്കറ്റ് എങ്കിലും ആ സമയത്ത്. അല്ല, ദേഹരക്ഷയിലല്ലേ നിർത്തിയേക്കുന്നത്? ഇപ്പൊ മിണ്ടുന്നില്ല, മിണ്ടണ്ട. അല്ല, എന്നെ മിണ്ടാനായി. ആണ് നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. അപ്പോൾ ഇവിടെ 4 കാര്യമായിട്ട് ഈ 2 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 1 തെരഞ്ഞെടുത്തു, 2 വർദ്ധിപ്പിച്ചു, 3 പുറപ്പെടുവിച്ചു, 4 വരെ സാധിച്ചു. അതിൽ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ പകലെ ഒന്ന് ചിന്തിച്ചത്. തെരഞ്ഞെടുത്തു. ദൈവം തെരഞ്ഞെടുത്തു. ദൈവം തെരഞ്ഞെടുക്കണം. ദൈവം തെരഞ്ഞെടുക്കണം. എന്തിനാ നമ്മളെ തെരഞ്ഞെടുത്തേക്കുന്നത്? അല്ല, ആരാ തെരഞ്ഞെടുത്തത്? ആര് തെരഞ്ഞെടുത്തു? എന്തിനാ തെരഞ്ഞെടുത്തത്? വിശദീകരിക്കുന്നില്ല, അറിയാമല്ലോ. 1:4 എഫേസ്യർ വായിച്ചു, അറിയാമല്ലോ. എല്ലാം ഞാൻ വായിപ്പിക്കുന്നതേ ഉള്ളൂ. നാം തന്നെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനെ തിരഞ്ഞെടുക്കുകയും. അവനാ തെരഞ്ഞെടുത്തത്, നമ്മള് തെരഞ്ഞെടുത്തതല്ല. അവിടുന്ന് തെരഞ്ഞെടുത്തതാ. എപ്പോഴാ തെരഞ്ഞെടുത്തേ? എഫേസ്യ ലേഖനം പഠിക്കുമ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പ്. യെശയ്യാപ്രവചനം വായിക്കുന്നത് യുഗാരംഭങ്ങൾക്ക് മുമ്പ്. ചെറിയാച്ചൻ ഒരു പാട്ടിന്റെ വരി ഇതിനെ ആസ്പദമാക്കി എഴുതി, നിങ്ങൾക്കറിയാം. ആദിയുഗങ്ങൾ തുടക്കം ആയതിൻ മുൻപേ, തുടക്കം ആയതിൻ മുൻപേ ആദിപര പാപികളെ ഓർത്ത നിന്നൻപേ, ആശ്രയമാതാണെനിക്കുള്ള ആശയിൻ കൂമ്പേ, ദിവ്യകാരുണ്യകാമ്പേ, ദിവ്യകാരുണ്യകാമ്പേ, മഹാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം, മഹാത്ഭുതമേ കാൽവരിയിൽ. അപ്പൊ യുഗാരംഭത്തിന് മുമ്പ് നമ്മുടെ ദൈവം. അപ്പൊ എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മളെ തെരഞ്ഞെടുത്തു. എന്തിന് തെരഞ്ഞെടുത്താണ്? അവിടെ എഴുതിയിരിക്കുന്നത് നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടത്. റോമാലേഖനത്തിലും കൊരിന്ത്യലേഖനത്തിലൊക്കെ പഠിക്കുന്നത് ആരെയാ തെരഞ്ഞെടുത്തത്? ബലഹീനരും നികൃഷ്ടരും കുലഹീനരുമായ നമ്മെ. 1:27 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1:27 25 വായിച്ചേ. വിളിയെ നോക്കണം. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, കുറച്ചു പേരേ ഉള്ളൂ. പിന്നെ ബലവാന്മാരും ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം. അതാ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. അങ്ങനെ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് ദൈവം തെരഞ്ഞെടുത്തു. ദൈവം തെരഞ്ഞെടുക്കുന്ന ഭോഷത്വമായതിനെയാണ്. പിന്നെ ബലഹീനമായതിനെ. അപ്പോൾ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു, ബലഹീനമായതിനെ. ഇങ്ങനെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. നമ്മള് ബലമുള്ളതിനെയാ തെരഞ്ഞെടുക്കുന്നത്.
ഇവിടെ എല്ലായിടത്തും അറിയത്തില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ പാസ്റ്റർമാരെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്നെന്ന് കേൾക്കുന്നു. എനിക്കറിയത്തില്ല ആരാ ചെയ്യുന്നത്. ഇന്റർവ്യൂ ആണ്. അത് നിങ്ങൾ പോയി കുത്തിയിരിക്കുക. വേറൊരാള് പറഞ്ഞാൽ പ്രസംഗിക്കണം. 4 പേരെ ഉണ്ട്, 4 പേര് 4 ആഴ്ച വന്ന് പ്രസംഗിക്കണം. അപ്പൊ അവര് മാർക്കിടും. മനസ്സിലാകാതെയാണോ പൊട്ടം കളിപ്പിക്കുക? അങ്ങനെ നടക്കൂ. ഇനി അങ്ങനെ നടക്കാനാ. അപ്പൊ അവര് തീരുമാനിക്കും ഇതില് നല്ല പ്രസംഗം ആരുടെ, കുറച്ചുകൂടെ നന്നായിട്ട് ലാംഗ്വേജ് അതൊക്കെ അത്യാവശ്യമാണ്. പിന്നെ പിള്ളേരൊക്കെ ഉള്ളതല്ലേ. ഇവരുടെ എന്നെ വിളിച്ച പോട്ട് പറഞ്ഞ എന്നെ എടുക്കാന് മലയാളം തന്നെ ജോബിന് അറിയാൻ മേല. പ്രയോഗങ്ങളൊക്കെ എന്തുവാ അതിന് പറഞ്ഞ പ്രൊനൗൺസിയേഷനാണ്. ഒരു ഇംഗ്ലീഷ് നിൽക്കട്ടെ, തെറ്റിയോ? ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ. ഉച്ചാരണമൊക്കെ നന്നായി. അങ്ങനെ പിന്നെ നോക്കും ആള് കാഴ്ചക്ക് എങ്ങനെ ദൈവമൊക്കെ കെട്ടിയ ഒരു എടുപ്പുണ്ടോ. അല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയാണ് ഈ പറഞ്ഞത്. നിങ്ങളിപ്പം മുട്ടയിൽ നിന്ന് വിരിഞ്ഞതുപോലെ ഇരിക്കുന്നു. ഒന്നും അറിയാൻ പാടില്ലാത്ത പോലെ. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് അങ്ങനെ. എന്നാൽ ദൈവം അങ്ങനല്ല. നല്ല ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ഭോഷത്വമായത്, പിന്നെ ബലഹീനമായത്. താഴോട്ട് അടുത്ത വാക്യം കൊണ്ട് വായിച്ചു സിസ്റ്ററെ. കുലഹീനമായത്. അപ്പം ബലഹീനമായത്, കുലഹീനമായത്, ഭോഷത്വമായത്, പിന്നെ നികൃഷ്ടമായത്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നോക്കിയേ. ഈ ചിലരുടെ നോട്ടോ ഇരിപ്പും കണ്ടാൽ അവര് ചിന്തിക്കുന്നത് എന്നെ തെരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ സ്വർഗത്തിൽ സ്തംഭനം ഉണ്ടായേനും, സ്വർഗത്തിൽ വലിയ പ്രശ്നം ഉണ്ടായേനും. എന്നെ തെരഞ്ഞെടുത്തത് കൊണ്ട് ആ സ്വർഗം ഇപ്പം വലിയ കുഴപ്പമില്ലാതെ അല്ല ഇരിപ്പ് കാണുമ്പോ അങ്ങനെ തോന്നുക. എടുത്തോ നീ എന്നെ നിനക്കായി, എടുത്തോ നീ എന്നെ നിനക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്കായി. വാഴ്ത്തിടും സതതം പ്രിയാതവ നിത്യം പാടും കീർത്തനം ഞാൻ. വാഴ്ത്തിടും സതതം പ്രിയാതവ. ചേർത്തതിനാൽ എന്നെ തിരുമാറിൽ, കാത്തതിനാൽ എന്നെ വഴുതാതെ, ചേർത്തതിനാൽ എന്നെ തിരുമാറിൽ, കാത്തതിനാൽ എന്നെ വഴുതാതെ, എടുത്തോ നീ എന്നെ നിനക്കായി, എടുത്തോ നീ എന്നെ നിനക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്കായി. അപ്പം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ഭോഷത്വമായത്, ബലഹീനമായത്, പിന്നെ കുലഹീനമായത്, നികൃഷ്ടമായത്, ഏതുമില്ലാത്തത്. ഈ വിധത്തിലുള്ള ഒരു വിഷയം നമ്മൾ തെരഞ്ഞെടുക്കുമോ? ദൈവം നമ്മെ തെരഞ്ഞെടുത്തല്ലോ. അല്ല ഞാൻ ഇത് പ്രസംഗിക്കുമ്പോ എന്റെ അനുഭവത്തിൽ നിന്നാ പറയാന് കേട്ടോ. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. നികൃഷ്ടമായത്, കുലഹീനമായത്, ബലഹീനമായത്,
വിവരമൊന്നുമില്ലെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. വിവരമില്ല. സ്തോത്രം. സ്തോത്രം. അത് നിങ്ങൾക്കും അറിയാം, പലർക്കും അറിയാമല്ലോ. അങ്ങനെ പലരും പറയുന്നുണ്ട്, ഓ അയാൾക്ക് സ്റ്റാൻഡേർഡ് ഒന്നും ഇല്ല. ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. അല്ല, അതുകൊണ്ടാണ് തെരഞ്ഞെടുത്ത്. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഒരിക്കല് ബഹ്റിനിൽ വന്നപ്പോഴേ, ആദ്യമായിട്ട് ബഹ്റിനിൽ വന്നപ്പോഴേ വിവരമില്ലെന്ന് പറയാൻ ഒരു കാര്യം പറയുക. വിമാനത്തിൽ കയറി ബഹ്റിനിൽ ഇറങ്ങി. അപ്പം നമ്മുടെ അലക്സ് ബ്രദർ ഉണ്ടല്ലോ, ദൈവം ചോണച്ചാൻ്റെ മോന്, ഇപ്പം ഡാളസിലുണ്ട്. അലക്സ് ബ്രദറും അദ്ദേഹത്തിൻ്റെ സഹോദരൻ സജി, കല്ലിശ്ശേരിയിലെ സന്തോഷും ഇവരെല്ലാം വെളിയിൽ നിൽക്കുക, എന്നെ സ്വീകരിക്കാൻ വണ്ടിയായിട്ട് വന്ന് നിൽക്കുക. നാട്ടിൽ നിന്ന് കയറിയെന്ന് വിളിച്ച് പറഞ്ഞു. ഇവിടെ വന്ന് നിൽക്കുക. അപ്പം എനിക്ക് ഭാഷയൊന്നും അറിയത്തില്ലല്ലോ, വിവരമില്ലല്ലോ. അപ്പം അടുത്തിരുന്ന ഒരാളോട് പറഞ്ഞു, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, അവിടെ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ ചെയ്യാനൊക്കെ പറഞ്ഞു. വിമാനം തന്നപ്പോൾ അയാൾ വായു എടുത്തുകൊണ്ട് പോയി. ഞാനാകെ പ്രയാസപ്പെട്ടെങ്കിലും ഇങ്ങോട്ട് ചെന്നു. ഒരറബി ഇമിഗ്രേഷൻ നിൽക്കുന്ന ആൾ ഏതാണ്ട് ചോദിച്ചപ്പോൾ മലയാളം തന്നെ ജോബിനറിയാൻ മേല. അയാൾ ചോദിച്ചു ഏതാണ്ടല്ല ചോദിച്ചു, നിന്ന് കറങ്ങുക. എന്തുവാണോ ചോദിച്ചെന്ന് എനിക്കിപ്പോഴും അറിയാൻ മേല. ഞാനിങ്ങനെ അങ്ങ് നിൽക്കുക, എന്തോ ചെയ്യാൻ. അയാൾ പാസ്പോർട്ട് ആടായിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു അറബി കടാമുട്ടം പോലെ ഒരുത്തം വന്ന് എൻ്റെ കൈക്ക് പിടിച്ച് വലിച്ചു വെച്ച് ഒരു മുറിയിൽ കൊണ്ടിട്ട് എൻ്റെ കഥ അടച്ച് അയാൾ പോയി. എന്തിനായിട്ടെന്നോ എന്നെ വിഷയം എന്നാ ചോദിക്കാനാ, ആരോട് ചോദിക്കാനാ? അയാൾ ഇട്ട അയാളെന്ന് പോവുകയും ചെയ്തു. ആ മുറിക്കകത്ത് ആരണ്ട വിളിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഒരു 5-6 കിടപ്പുണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പരുവത്തിൽ വന്നതായിരിക്കും. പച്ച തുണിയിട്ട് പുതച്ച് കിടക്കുന്നത്. ചോദിക്കാൻ പറ്റുമോ നിങ്ങൾ എവിടെ നിന്ന് വന്നതാണ്? ഇവൻ ഏതാണെന്ന് ആർക്കറിയാം? ഞാൻ ആ ഒരു സെറ്റ് പോലെ കിടന്ന് അതിൽ കുത്തിയിരിക്കുക. അയ്യോ, അത് ടോയ്ലറ്റിൽ പോകണമെന്നല്ല, അറിയത്തില്ലല്ലോ. ഇറങ്ങിപ്പോയ അവന്മാരെങ്ങനെ പിടിച്ച് അയ്യോ വിഷമിച്ചു അവതരുന്നു. എന്തോ ചെയ്യാൻ? വിവരമില്ലെന്ന് പറയാൻ വിവരം ഉണ്ടായിരുന്ന ചോദിക്കുകയല്ലായിരുന്നു. ഇവരോട് സാറേ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന്, എന്നെ വിഷയം എന്നാന്ന് ചോദിക്കുകയല്ലേ? വിവരമില്ലെന്ന് പറയാൻ തെളിയിച്ചതാണ്. രാത്രി മുഴുവൻ അവിടെ ഇരിക്കുക. അയ്യോ, മറ്റവന്മാരെല്ലാം നല്ല ഉറക്കും. എനിക്ക് ദാഹിക്കുന്നു, ബാത്റൂമിൽ നിന്ന് പോകണം, ആരോട് പറയാനോ എന്തോ ചെയ്യാനോ. അന്യനാട് ആദ്യമായിട്ട് ചെന്നതാണ്. ഏതായാലും ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അവരും വെളിയിൽ നിൽക്കുന്നു. ഈ ഫോണും ഒന്നുമില്ലല്ലോ. നന്നായിട്ട് വിഷമിച്ചു. ഒരു രാത്രി ഒരു 2:30 ഒക്കെ ആയി കാണും, 2:30-3 കാണും. വേറൊരാളിങ്ങോട്ട് കയറി വന്നു. കഥക് ആരണ്ട വിളിച്ചോ, പുള്ളി കഥക് ഇങ്ങോട്ട് തുറന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുക, ഉറങ്ങാറ് സ്വത്രം പറഞ്ഞിരിക്കുക. എന്തോ ചെയ്യാൻ എന്നാന്ന് എനിക്കും അറിയാൻ പറ്റില്ല. രാത്രി 10:30 പിടിച്ചിരുത്തിയതാണ്. പുള്ളി ഇങ്ങോട്ട് വന്നേച്ച് അടുത്തോട്ട് വന്നേച്ച് പറഞ്ഞു, എന്നോട് ചോദിക്കാം മലയാളിയാണോ? മലയാളത്തിൽ നല്ല ജീവൻ തലികൊല്ലാൻ അതിനും പറഞ്ഞേച്ചി ആകാവില്ല. ഞാൻ എടുത്തിട്ട് എന്റെ പൊന്നു സാറേ മലയാളിയാണ്. ഇപ്പൊ ചിരി വരുന്ന മനോവേദനയാണ് കേട്ടോ. അപ്പൊ പുള്ളി ചോദിച്ചു എന്നെ ഇവിടെ? ഞാൻ പറഞ്ഞു അതാ ഞാനും ഇങ്ങനെ വിളിച്ചിരിക്കുന്നത് എന്നതാന്ന് എനിക്ക് പറഞ്ഞു. നല്ലൊരു മനുഷ്യൻ, പാലക്കാട്ടുകാരനാണ്, നല്ല മനുഷ്യൻ. പുള്ളി എൻ്റെ തോളെ തട്ടി വെച്ച് പറഞ്ഞ് പ്രയാസപ്പെടേണ്ട. ആദ്യം പുള്ളി പറഞ്ഞു ബാത്റൂമിൽ വല്ലതും പോകണം. ഞാൻ പറഞ്ഞു പോകണം. അപ്പൊ പിന്നീട് മനസ്സിലായി അദ്ദേഹം അതിനകത്തൊരു പോലീസുകാരനാണ്, മലയാളി ആയതുകൊണ്ട് മറ്റേ പുള്ളി അങ്ങോട്ട് പറഞ്ഞു വിട്ടോ. ബാത്റൂമിൽ കൊണ്ടുപോയി വെള്ളം വേണത് വെള്ളം തന്നു. അപ്പൊ ചോദിച്ചു എന്താ ഇവിടെ പരിചയമുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞു അയ്യോ കൊണ്ട് വെളിയിൽ റിപ്പോർട്ട് ആൾക്കാർ ഒരാളുടെ നമ്പർ എനിക്ക് തരാൻ പറഞ്ഞു. അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ ഫോണിൽ തന്നെ വെളിയിലോട്ട് വിളിച്ചപ്പോൾ അവരും വിഷമിച്ചു. അപ്പൊ പറഞ്ഞു ഇന്നയാൾ ഇവിടെ ഉണ്ട്, നിങ്ങളുടെ ആളാണോ? അയ്യോ ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുക. അപ്പൊ പിന്നെ എന്നോട് പറഞ്ഞ ഒരു വെളിയിലുണ്ട്, പ്രയാസപ്പെടേണ്ട. അപ്പം ഫോൺ എൻ്റെ ഇതിലോട്ട് തന്നു. അപ്പം അലച്ചാനും സന്തോഷമൊക്കെ പറഞ്ഞ് പ്രയാസപ്പെടേണ്ട, ചിലപ്പോൾ നാട്ടിലോട്ട് രാവിലെ കയറ്റി വിടും, കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞു. പ്രയാസപ്പെടുകയൊന്നും വേണ്ട, നാട്ടിലോട്ട് വിടുക. അടുത്ത ആഴ്ച ഞങ്ങൾ വേറെ ക്രമീകരണം ചെയ്യാം, ഒന്നും പ്രയാസപ്പെട്ടാൽ ഞങ്ങൾ വെളിയിലുണ്ട്, അവർ ഉപദ്രവിക്കത്തൊന്നുമില്ല. പിന്നെ അദ്ദേഹം നല്ല മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു വിടിയിരിക്കണം, ഞാൻ ഇനി പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം കൂടെ ഒരു 3-4 പ്രാവശ്യം വന്നു. നല്ല മനുഷ്യൻ. രാവിലെ ഒരു 10 മണിയായപ്പം 9:30 ആയപ്പോൾ അദ്ദേഹം വന്ന് എന്നെ മേളിൽ കൊണ്ടുപോയി കാപ്പിയൊക്കെ മേടിച്ചു തന്നു. മുഖമൊക്കെ കഴുകി
നല്ല മനുഷ്യൻ. പിന്നെ ഒരു 10:45 പുള്ളിയും വേറൊരു അറബിയും കൂടെ വന്ന് ചെന്നൈ കൈക്ക് പിടിച്ച് കൊണ്ടുപോയി വിസ അടിച്ച് ചെന്നൈ അവിടെ വെള്ളിയിൽ ഇറക്കി. അപ്പൊ എന്നാ സംഭവിച്ചതെന്ന് ഇപ്പോഴും എനിക്കറിയാൻ മേല. അപ്പൊ പറഞ്ഞു വന്നത് വിദ്യാഭ്യാസവും വിവരവും ഇല്ലാഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ടാണ് ചോദിച്ച് മനസ്സിലാക്കിയല്ലേ. അപ്പം യാതൊരു ഗുണഗണങ്ങളുമില്ലാത്ത എന്നെയും ദൈവം തെരഞ്ഞെടുത്തു. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാന്. സ്തോത്രം. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അങ്ങനെ. ദൈവം തെരഞ്ഞെടുത്താൽ അതിന് പിന്നെ അപാകതയൊന്നും വരികയില്ല. ഈ ദൈവം എപ്പോഴും തെരഞ്ഞെടുക്കുന്നത് നിസാര വസ്തുക്കളാണ്. അതെ, കഴുതയുടെ ഒരു താടിയല്ലേ അല്ലേ? സ്തോത്രം. അത് ഒരു പ്രയോഗമുണ്ട്, സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗമാണ്. കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ നാസറായ ഒരു ശിംശോനായിരം ഫെലിസ്ത്യരെ കാശിനി തന്നിൽ കൊന്നു വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ള ഒരു സപ്തസപ്തിയും കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമാം ചാപമായി തീരുമെങ്കിൽ ഉത്തമാ നിൻ ദീപ്തിയാലൻ ബുദ്ധി ശോഭിക്കില്ലേ? മോശയും നാവിനെ നീ പ്രവർത്തിക്ഷമമാക്കി സ്വാശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. ദാശരെ പ്രഭാഷണം പടുക്കളാക്കി തീർത്തു. മോശമായി ഒന്നുമില്ല നിന്നുടെ കരം ചേർന്നാൽ. ദൈവത്തിന്റെ കരം വന്നാൽ ഒന്നും മോശമാകുക. കാശിന് കൊള്ളാതുള്ള കരത്തിന്റെ അടിയിൽ കരം കഴുത. പരിസരമെല്ലാം കൂടെ വന്ന് വട്ടം വിട്ടപ്പോ ശിംശോന്റെ കയ്യിൽ ആയുധമില്ല. വട്ടം നോക്കിയപ്പോൾ ഒരു കഴുതയുടെ പച്ചത്താടിയല്ലേ. എന്റെ ഭാഷ പറഞ്ഞ ചേടി എടുത്തപ്പോ ഇതിൽ അഭിഷേകം യാദരിച്ചത്. കടുതയുടെ താളിൽ അടിച്ച് നേരത്തി കുന്നൊന്ന് കുന്ന് 2. പണ്ടൊരാൾ പറഞ്ഞു കുന്നേ കയറി അടിച്ചത്. കുന്നേ കയറി അടിച്ചതല്ല, അടിച്ചു കൂണിയാക്കിയത്. നിസ്സാര വസ്തുവിനെ കൊണ്ട്. മോശയുടെ കയ്യിലൊരു വടി നീട്ടി ചെക്കടലങ്ങ് പകർത്തുന്നത്.